അപ്പോൾ നമ്മുടെ പ്രോൺസ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് പിക്കിളാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്ക്ഡ് ആൻഡ് പീൽഡ് അറ്റ്ലാന്റിക് ലാർജ് പ്രോൺസ് ആണ്. ഇത് ഇവിടുന്ന് ഞാൻ സെയിൻസ്ബറീസിൽ നിന്ന് ഫ്രോസൺ ആയിട്ടുള്ള പ്രോൺസ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഓൾറെഡി നല്ല വൃത്തിയായി കഴുകിയൊക്കെയാണ് വരുന്നത്. എന്നാലും ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇങ്ങനെ പ്രോൺസ് റസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതപ്പം ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി ഇടാം അതിനകത്ത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇടാത്തത്. അതിന് പകരം ഞാൻ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ശേഷം നമുക്ക് തീ കുറച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി വേണ്ടവർക്ക് അച്ചാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരിച്ചിരി. അപ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ ഗ്രേവി വേണ്ടവർക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അധികം ഗ്രേവിയിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. കാരണം ചിലവർക്ക് അധികം പുളി ഇഷ്ടമല്ല, ചിലവർക്ക് കുഴപ്പമില്ല. അതിനനുസരിച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിക്കിള്
ഒരു 2 വീക്സിലോട്ടൊക്കെ കേടുകൂടാണ്ട് കിട്ടും. അപ്പം നമ്മുടെ പ്രോൺസ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.